രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം, എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവം. യഥാർത്ഥത്തിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ഹേയ് അച്ഛാ, പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അതുപോലെ അമ്മേ പ്ലീസ് മകനെ ഒന്ന് കെട്ടിപ്പിടിക്കൂ നിങ്ങൾ. അതുപോലെ തിരിച്ചും എനിക്ക് പറയാനുള്ളത്, മോളെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. മോനെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ അത്. പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നാരായണീയം കിട്ടും. അതിലെ ശ്ലോകങ്ങൾ കേൾക്കുക. അതിനുശേഷം വീട്ടിൽ ഒരു നേരം പറയുക, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും, രോഗങ്ങളില്ലാത്ത അവസ്ഥ വരും. 2 ചൊവ്വാഴ്ച ദിവസം 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയകഥ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. 92 എപ്പിസോഡുകൾ പിന്നിട്ടു. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കതൊക്കെ കിട്ടും. അതേ കണക്ക് ബുധനാഴ്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ കഥകളാണ്. അവതാര കഥകൾ മോക്ഷത്തിന് നല്ലതാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുണ്ട്. ധനധാന്യ സമൃദ്ധി, ദാമ്പത്യ സൗഖ്യം, അതേ കണക്ക് പ്രണയ സാഫല്യം എല്ലാം ലഭിക്കും. വെള്ളിയാഴ്ച, ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിശ്ചയമായും കേൾക്കണം ധർമ്മപദം.
അതായത് നമുക്ക് ധനധാന്യ സമ്പത്ത് അതൊക്കെ ദൈവം തരും, ഭക്തിയും തരും. പക്ഷെ പരമമായ മോക്ഷം അവനവൻ തന്നെ കണ്ടെത്തണമെന്നാണ് കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധ ഭഗവാൻ പറയുന്നത്. അതെങ്ങനെ എന്ന് വിവരിക്കുന്നതാണ് ധർമ്മപദം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ 10-12 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നിശ്ചയമായിട്ടും കാണണം. ജ്യോതിഷം താല്പര്യമുള്ളവർക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്, ഞാനത് പറഞ്ഞു തരും. പിന്നെ അഷ്ടാവക്രഗീത, ദ മാസ്റ്റർ പീസ്, അതായത് എൻ്റെ മാസ്റ്റർ പീസാണ് അഷ്ടാവക്രഗീത. നിങ്ങളത് കേൾക്കാതെ പോകരുത്. ജീവിതത്തിലെ വലിയ നഷ്ടമായിരിക്കും അഷ്ടാവക്രഗീത കേൾക്കാതെ പോയാൽ. പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്തുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും ഇതെല്ലാം നിങ്ങൾ കാണണം. ഭക്തമീരയുടെ കഥയുണ്ട് അതിനകത്ത്. പ്രണയിക്കുന്നവർ അറിയേണ്ടതെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. പ്രണയിക്കുന്നവർ അറിയേണ്ട വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അത് പ്രണയിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല കാണുന്നത്, അവരുടെ മാതാപിതാക്കളും കാണണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ എങ്ങനെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും അത് കാണണം. പ്ലേലിസ്റ്റിലുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്തേക്കാം. അത് നിശ്ചയമായും നിങ്ങൾ കാണണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്നതും നിങ്ങൾ കാണണം. ഇന്നത്തെ ഈ വീഡിയോ, അതായത് ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അതിന് ബാക്കിയും ഒരു ഹെഡിങ് ഉണ്ട്. എല്ലാം കൂടെ എഴുതാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. ഏയ് അമ്മേ പ്ലീസ് മകനെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. തിരിച്ചുമുണ്ട്. മോളെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കും മോളെ. മോനെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കവിളത്ത് ഒരു ഉമ്മ കൊടുക്കൂ. ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ നടന്ന 2 സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ സംഭവം നിങ്ങൾ നിശ്ചയമായും കേൾക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഗുണപാഠം അതിൽ രണ്ടാമത്തെ സംഭവം ജീവിതത്തിലെ ഒരു വലിയ ഗുണപാഠമാണത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി ഇടുന്നത്. അപ്പോൾ ഇന്ന് 2 സംഭവങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ സംഭവം കാഷ്വലായിട്ട് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരച്ഛൻ, ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ അച്ഛൻ എന്താ പറയേണ്ടത്, പൊന്നുപോലാണ് വളർത്തുന്നത്. പൊന്നുപോലെ. ശരിക്കും പറഞ്ഞാൽ ഒരു മോളാണ് ജനിച്ചത്. ഒരു നല്ല ഭംഗിയുള്ള ഒരു മോള്. അച്ഛനാകട്ടെ ഈ മോളെന്ന് പറഞ്ഞാൽ അങ്ങ് പ്രാണനാണ്, പ്രാണന്റെ പ്രാണൻ. ഈ മോളെ എടുത്ത് എന്നും നെഞ്ചിലിട്ടുകൊണ്ട് നടക്കും. ജോലിയും കഴിഞ്ഞു വന്നാൽ ഈ മോളെ കൊഞ്ചിക്കും, ലാളിക്കും. എവിടെ പോയാലും മോളെ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കും അച്ഛൻ. അങ്ങനെ അച്ഛനും മകളും വളർന്നു വരികയാണ്. മോളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഈ പിന്നെ അച്ഛനും മോളും എല്ലാം ഉണ്ണാനിരുന്ന് കഴിയുമ്പോൾ അച്ഛൻ ഒരു ഉരുള ചോറെടുത്ത് മോളുടെ വായിൽ വെച്ചു കൊടുക്കും. അങ്ങനെയാണ് അച്ഛൻ ചെയ്യുന്നത്. അങ്ങനെ അവർ മകൾ കുറേശ്ശെയായിട്ട് വളർന്നു വന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഉടനെ ഈ മകൾക്ക് എന്തെങ്കിലും കയ്യിൽ വെച്ചേക്കും. ഓടിക്കൊണ്ടുവന്നത് കൊടുക്കുമ്പോൾ അവളെ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കും. അവൾ വളർന്നു. 4ാം ക്ലാസ്സായി, 5ാം ക്ലാസ്സായി, 6ാം ക്ലാസ്സായി, 7ാം ക്ലാസ്സായി, 8ാം ക്ലാസ്സായി. അവൾ വളരുകയാണ്. ഈ 8ൽ പഠിക്കുമ്പോഴും ഒക്കെ അച്ഛൻ വന്നിട്ട് പറയും, അവളുടെ കവിളി പിടിച്ചിട്ട് പറയും, അച്ഛൻ്റെ പൊന്നു പോണല്ലേ, അച്ഛന് ചക്കരയല്ലേടാ, എന്നിട്ട് ഉമ്മ കൊടുക്കും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ മകള് വയസ്സറിയിച്ചു. അതായത് പ്രായപൂർത്തിയായി ഈ മകള് എന്തു ചെയ്തു? വയസ്സറിയിച്ചു. അച്ഛന് ഭയങ്കര സന്തോഷമായി. മോള് മെച്ചുവേർഡായ ദിവസമല്ലേ. അച്ഛൻ എന്താ ചെയ്തത്? പിന്നെ ഏത്തക്കൊലകൾ വാങ്ങിച്ചുകൊണ്ട് വന്നു, പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? അതേ കണക്ക് തന്നെ ഈ അശോകമരത്തിൻ്റെ ഇല അതെല്ലാം കൂടെ എടുത്തിട്ട് കിണ്ടി അല്ലേ മോക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് വെച്ചു. എന്നിട്ട് 1000 തവണ എന്ത് വേണം? അപ്പോൾ അച്ഛൻ ആ വാതിൽ വരെ ചെല്ലത്തുള്ളൂ. എന്ത് വേണം, എന്താ വേണ്ടത്? അച്ഛൻ അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയാണ്. അച്ഛൻ പലരെയും ഫോൺ ചെയ്ത് പറഞ്ഞു, മോള് വയസ്സറിയിച്ചു കേട്ടോ. ബന്ധുക്കളടുത്തൊക്കെ പറഞ്ഞു വയസ്സറിയിച്ചു. കടയിൽ പോയി 2 പവൻ്റെ ഒരു മാലയൊക്കെ വാങ്ങിച്ച് മോക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ 4-5 ദിവസം മോളിങ്ങനെ കിടക്കയിലായിരുന്നു. ഓരോ ദിവസവും അച്ഛൻ വന്ന് മുറിക്കകത്ത് കയറത്തില്ല, വാതിലിൻ്റെ അവിടെ നിന്നിട്ട് മോക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മോള് വയസ്സറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം മോള് സ്കൂളിൽ പോകാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഈ മോള് സ്കൂളിൽ പോകുമ്പോൾ എന്നും അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിക്കും. അപ്പോൾ മോള് ഓടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പോവുകയാണ് കേട്ടോ, ബാ എന്നെ കൊണ്ടുവിടച്ചാ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് നേരെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി. മോൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ അങ്ങനെയല്ല. കൊണ്ടുവിടാൻ അച്ഛാ ബാച്ച എന്നെ കൊണ്ടുവിടച്ചാ, ഞാൻ പോട്ടച്ചാ എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്യും? നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും. എന്നിട്ട് ബൈക്കിൻ്റെ പുറവിനിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പെണ്ണ് പ്രായപൂർത്തിയായതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് ആ അച്ഛന് മകളുടെ ദേഹത്തു തൊടാനൊരു മടി, അച്ഛൻ മകൾക്ക് ഉമ്മ കൊടുക്കാനൊരു മടി. എന്തിനു പറയുന്നു? ബൈക്കിലിരുത്താതെ കാറിലിരുത്തിക്കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ആ മോളുടെ മുഖം ഒന്ന് വാടി. അന്ന് വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പതിവ് പോലെ മകൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ എന്താണ് ആ ഇഷ്ടപ്പെട്ട സാധനം അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോളെ. അപ്പോൾ മോള് ഓടി വന്നു. അച്ഛൻ്റെ കണ്ണിന് ഇന്ന് അച്ഛൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ അവളത് വാങ്ങിച്ചിട്ട് ആ പെണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ അച്ഛൻ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ ഒന്ന് ചേർത്ത് വയ്ക്കും. അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛനെ ചേർത്ത് വെച്ചോളാൻ വയ്യ. അച്ഛൻ്റെ ഹൃദയം തുടിക്കുകയാണ് ചേർത്ത് വെക്കാനായിട്ട്. പക്ഷേ ചെയ്യുന്നില്ല. ആ മെച്യൂരിറ്റി അച്ഛനെയും മകളെയും ആ ദേഹത്ത് തൊടുന്നതിൽ നിന്ന് പരസ്പരം അകറ്റുകയായിരുന്നു. ഈ സംഭവം അതിനു മുമ്പ് വരെ, മെച്ചുറാകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ അച്ഛൻ കിടക്കുമ്പം പിടിച്ചെടുത്ത് തൻ്റെ നെഞ്ചത്ത് കിടത്തുമായിരുന്നു. മെച്ചുവേർഡായി കഴിഞ്ഞതോടുകൂടി അതെല്ലാം അങ്ങ് മാറി. മോളുടെ ദേഹത്ത് തൊടാൻ അച്ഛന് വല്ലാത്ത കൊതിയുണ്ട്, പക്ഷേ മടി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അച്ഛൻ ഓഫീസിലിരിക്കുകയാണ്. ഓഫീസിൽ അച്ഛന് ഒരു ഫോൺ വന്നു. എന്താണെന്നറിയാമോ? ഓടിവാ ചേട്ടാ, ഓടിവാ. ഭാര്യ വിളിക്കുകയാണ്. നമ്മുടെ മോളെ പാമ്പ് കടിച്ചു.
ആ ജോലി സ്ഥലത്തു നിന്ന് പിതാവ് പറന്നാണ് വന്നത്. നേരെ ഹോസ്പിറ്റലിൽ വന്നു. മകൾ ICUവിലാണ്. ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞേ എന്തും പറയാൻ പറ്റൂ, അബോധാവസ്ഥയാണ്, ഉഗ്രവിഷമുള്ള പാമ്പാണ്. ഈ 48 മണിക്കൂറും ആ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അമ്മ കരഞ്ഞ് തളർന്നുറങ്ങി. പക്ഷേ അച്ഛൻ അതും ചെയ്തിട്ടില്ല, കാത്തിരിക്കുകയാണ്. 100 തവണ ICUവിൻ്റെ വാതിലിലൂടെ ഇങ്ങനെ ചെന്ന് നോക്കും. അത് കഴിഞ്ഞ് അവൾക്ക് ബോധം വീണു. കുറച്ച് കഴിഞ്ഞു, 2 ദിവസവും കൂടെ കഴിഞ്ഞു. അപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോധം വീണു, ഇനി രക്ഷപ്പെടും, എങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ നിന്ന ICUവിലെ നേഴ്സ് പറഞ്ഞു അമ്മയ്ക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അകത്ത് ചെന്നു, കണ്ടു. അമ്മ മോളെ കണ്ടു. അമ്മ തിരിച്ചും വന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അച്ഛനകത്ത് എന്ന് കാണാം, അച്ഛനെ കാണണമെന്ന് മോള് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിതാവ് എന്ത് ചെയ്തു? അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്ന പാടെ മോൾ ICUവിൽ ഇരിക്കുകയാണ്. ഈ പിതാവ് ചെന്ന് മോളുടെ അടുത്തിരുന്നിട്ട് ഇപ്പോൾ മകൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. 2 കൈ കൊണ്ട് കെട്ടിയങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ, അച്ഛൻ്റെ പൊന്നുമോളെ, അച്ഛനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ കള്ള, അച്ഛനെ തീറ്റയല്ലോടാ കള്ള മോളെ. എന്നിട്ട് കള്ളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും, മോളെ എൻ്റെ കണ്ണാ നിനക്കിപ്പോൾ ഒന്നുമില്ലല്ലോ, എൻ്റെ കണ്ണനൊന്നുമില്ലല്ലോ, എൻ്റെ പൊന്നിനൊന്നുമില്ലല്ലോ. എന്നിട്ട് തെരെ ആ നെറ്റിയില് കുറേ ഉമ്മ കൊടുത്തു. അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അച്ഛന് തന്നെ അറിയില്ല. അച്ഛൻ കുറേ ഉമ്മ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മോള് അച്ഛനോട് പറഞ്ഞു അച്ഛാ. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ മോളെ, എന്താ കണ്ണ? വീണ്ടും ഇങ്ങനെ ചേർത്തങ്ങ് വെച്ചു. എന്താ മോളെ, എന്താ അച്ഛൻ്റെ പുഞ്ചക്കുട്ടി എന്തിട കള്ള എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആ പാമ്പിനോടാണ് അച്ഛാ. അച്ഛൻ ഞെട്ടിപ്പോയി. എന്താ പാമ്പിനോടോ? അതെ അച്ഛാ. അച്ഛനൊന്ന് ആലോചിച്ചു നോക്കച്ഛാ. ഞാൻ വയസ്സറിയിച്ചതിന് ശേഷം അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് ദേഹത്ത് തൊട്ടിട്ടുണ്ടോ അച്ഛാ? അച്ഛൻ എനിക്ക് ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും, എന്നിട്ട് എനിക്ക് ഉമ്മ തരും. എനിക്ക് ഉമ്മ തന്നിട്ടുണ്ടോ അച്ഛാ? അച്ഛൻ ഞാൻ മെച്ചൂർഡായതിനു ശേഷം എന്നെ ഒന്ന് ബൈക്കിൽ കൊണ്ടുപോയിട്ടുണ്ടോ അച്ഛാ? എനിക്ക് അച്ഛനെ ചുറ്റി പിടിച്ചിരിക്കാൻ എന്തൊരു കൊതിയായിരുന്നെന്നറിയാമോ? അച്ഛൻ എന്താ അച്ഛൻ എൻ്റെ ദേഹത്ത് തൊടാഞ്ഞത്? ഈ പാമ്പുള്ളത് കൊണ്ടല്ലേ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചത്, എനിക്ക് തെരെ ഉമ്മ തന്നത്. ഞാൻ എത്ര നാളായച്ചാ ഇങ്ങനൊരു ഉമ്മ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ അച്ഛൻ്റെ സങ്കടം പൊട്ടിപ്പോയി. അച്ഛൻ മോളെ കെട്ടിപ്പിടിച്ചു. ആ ICUവിൽ വെച്ച് മോൾ അച്ഛനെയും കെട്ടിപ്പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നു. അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു വീണു. ആ മകളുടെ ശിരസ് നനഞ്ഞു. ആ സ്നേഹത്തിൻ്റെ നനവിൽ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞ് മയങ്ങി. എത്ര നാളായി അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങിയിട്ട്, എത്ര നാളായി ആ മനുഷ്യൻ തൻ്റെ മകളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു നിശ്ചയമായും ആ മനുഷ്യൻ്റെ മനസ്സിൽ തൻ്റെ മകളെ, ആ മകളന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന തൻ്റെ മകളെ ചേർത്ത് വെച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു താരാട്ടുപാട്ട് ഉണർന്നു കാണും, നിശ്ചയമായിട്ട് ഉണർന്നു കാണും. അങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് അറിയാതെ ഒരു താരാട്ട് പാടിക്കാണും. കണ്ണേ ഉറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോമന മുത്തുറങ്ങ്, താമരത്തുമ്പിയായി പറന്നോടാനാരില കുഞ്ഞുറങ്ങ്, സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരിരാരോ, രാരിരാരോ 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 രാരാരോ രാരിരാരോ.
ഉറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്. കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഗീതം അവരുടെ പിതാവിൻ്റെ മനസ്സിൽ അലയടിച്ചു. ആ കുഞ്ഞ് ആ നെഞ്ചിൽ പറ്റിച്ചേർന്നുറങ്ങി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഏയ് അച്ഛന്മാരെ, പ്ലീസ് നിങ്ങളുടെ മകള് മെച്ചുവേർഡല്ല, ആരായാലെന്താ, നിങ്ങൾ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അവൾ വയസ്സറിയിച്ചാലും നിങ്ങളുടെ കുഞ്ഞു മകളല്ലേ. അവൾക്ക് 50 വയസ്സായാലും അവൾ നിങ്ങളുടെ പഴയ ചെല്ലക്കുട്ടിയല്ലേ, നിങ്ങളുടെ പഴയ പുഞ്ചക്കുട്ടിയല്ലേ. പെമ്മക്കളോട് എനിക്ക് പറയാനുള്ളത്, അച്ഛനോളം നിങ്ങളെ അമ്മ സ്നേഹിച്ചിട്ടുണ്ടോ? അറിയില്ല. കാരണം അമ്മയുടെ സ്നേഹമളക്കാൻ ഒരുപാട് അളവുകോലുകളുണ്ട്. ഓരോ പെൺമക്കളും ആലോചിക്കുക. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയായാലും ശരി, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയായാലും ശരി, എൻ്റെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിച്ച് 3ഉം 4ഉം മക്കളുള്ള സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളായാലും ശരി, നിങ്ങൾ ആലോചിക്കുക. അച്ഛന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. എന്നും അച്ഛൻ്റെ സ്ഥാനം കർട്ടൻ്റെ പിന്നിലാണ്. അമ്മയാണ്. ലോകത്തെല്ലാവരും അമ്മയെ വാഴ്ത്തി പാവമച്ഛൻ ഒരുപാട് പുറകോട്ട് പോയി. ശങ്കരാചാര്യ സ്വാമികൾ പോലും അമ്മയാണ് വാഴ്ത്തുന്നത്. അമ്മയെ വാഴ്ത്തണം, പക്ഷേ അച്ഛനെ വാഴ്ത്താൻ ഒരു ഋഷിമാരും വന്നിട്ടില്ല. നോക്കൂ പെമ്മക്കളെ, ഈ ചാനൽ കേൾക്കുന്ന ഓരോ സ്ത്രീകളും കേൾക്കുക. 10 മാസം നിങ്ങളെ ഞാൻ ചുമന്നു എന്ന കണക്ക് പറഞ്ഞ് വിലപേശാൻ കഴിയാത്ത വിധം പാവമാണ് ആ മനുഷ്യൻ. നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ അമ്മയെപ്പോലെ നിങ്ങളോട് കണക്ക് പറയാൻ പറ്റില്ല. 10 മാസം ഞാൻ നിന്നെ ചുമന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ അളവ് പോലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു പാവം മനുഷ്യനാണ് നിങ്ങളുടെ അച്ഛൻ. നിങ്ങളുടെ അച്ഛൻ എങ്ങനെ പറയാൻ പറ്റും, മോളെ നീ കരഞ്ഞപ്പോൾ അച്ഛൻ നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മിഞ്ഞപ്പാല് തന്ന് ആ നിർവൃതി അണിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു പാവം മനുഷ്യനാണ് അച്ഛൻ. ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല മക്കളെ. നിങ്ങൾ കരഞ്ഞപ്പോൾ അമ്മിഞ്ഞപ്പാല് തന്ന് ഉറക്കിയതാണെന്ന് പറയാൻ ഒരു അച്ഛന് കഴിയുന്നില്ല. നിനക്ക് വിശന്നപ്പോൾ അച്ഛൻ ആഹാരം ഉണ്ടാക്കി തന്നു, ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തന്നു. നീ ഇച്ചിട്ടപ്പോൾ അച്ഛന് കഴുകി തന്നു. ഇവിടെങ്ങും അച്ഛനൊരു റോളില്ല മോളെ. ഇവിടെങ്ങും അങ്ങനെ പറയാൻ അച്ഛന് കഴിയില്ല. പക്ഷേ അച്ഛനൊന്നു പറയാൻ പറ്റും, മോളെ നീ ആദ്യമായി അച്ഛാ എന്ന് വിളിച്ചപ്പോ അച്ഛനുണ്ടായ ഒരു നിർവൃതി ഉണ്ടല്ലോ മോളെ. അച്ഛ എന്നിങ്ങനെ വിളിക്കുമല്ലോ. ആ വിളിക്ക് വേണ്ടി അച്ഛൻ എത്ര കാതോർത്തിട്ടുണ്ടെന്നറിയാമോ? ഒരു പിതാവ് ജീവിതത്തിൽ അത്രയും ഉത്കണ്ഠയോടെ കാതോർത്ത് ഒന്നിനും വേണ്ടി നിന്നിട്ടില്ല. തൻ്റെ ഒരു കുഞ്ഞ് ജനിച്ചാൽ കൊതിച്ചിരിക്കുകയാണ് അച്ഛ എന്ന വിളി കേൾക്കാൻ. ആ വിളി കേൾക്കുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന ഒരു നിർവൃതി ഉണ്ട് മോളെ. അത് അമ്മ നിനക്കെടുത്ത് വെച്ച് പാല് തരുമ്പോൾ, മുലപ്പാല് തരുമ്പോൾ നിന്റെ അമ്മ അനുഭവിക്കുന്ന നിർവൃതിയില്ലേ, അതിൻ്റെ 1000 ഇരട്ടി വേണ്ടിയാണ് മോളെ. നീ ജനിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയും കുഞ്ഞിന് കൊതുകുവല വേണം. നിനക്ക് വേണ്ടി കൊതുകുവല മേടിക്കാൻ വേണ്ടി ഒരു ഓട്ടമുണ്ട് ഈ അച്ഛൻ. ആ ഓട്ടം ഓടുന്ന സമയത്തുണ്ടല്ലോ, കോട്ടപ്പുറ വെയിലത്താണ്. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ അനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്, ഒരാനന്ദം. അത് എങ്ങനെ പറഞ്ഞറിയിക്കും അച്ഛന്മാര്? നിങ്ങളെ നെഞ്ചോട് ചേർക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് കൈകൾ തട്ടി ഹൃദയത്തിനുണ്ടാകുന്ന തണുപ്പ്, ആ സമയത്ത് അച്ഛൻ അനുഭവിക്കുന്ന ഒരാനന്ദം. മക്കളെ, നിങ്ങൾ അച്ഛൻ്റെ മീശ പിടിച്ചു വലിക്കുമ്പം, നെഞ്ചിലെ രോമം പിടിച്ചു വലിക്കുമ്പോൾ അച്ഛൻ പോലും അത്ഭുതപ്പെടും. എന്തേ എനിക്ക് നോവാത്തതെന്ന്. വല്ലാത്ത ആനന്ദമാണ് അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊരസുഖം വരുമ്പോഴുണ്ടല്ലോ, നിങ്ങളെ കോരിയെടുത്ത് നെഞ്ചത്തെടുത്ത് ഇട്ടുകൊണ്ട് അച്ഛനൊരു ഓട്ടമുണ്ട്, ഒരു 1.5 ഓട്ടമാണ്. ആ അച്ഛൻ്റെ കൂടെ എത്താനുണ്ടല്ലോ അമ്മ പെടാപ്പാട് വിടും. പക്ഷേ അച്ഛൻ അമ്മമാരെ പോലെ
പറയാനൊന്നുമില്ല. 10 മാസം ചുമന്നെന്നോ അമ്മിഞ്ഞ തന്നെന്നോ ഇച്ചിട്ട് കഴിയുന്നോ ഒന്നും പറയാനില്ല. കാരണം ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ വിവാഹമാണ്. ആ വിവാഹത്തിന് സ്വർണം വേണം. നമ്മുടെ കാലത്ത്, ഇന്നത്തെ കാലത്ത് നല്ല സ്ത്രീധനം കൊടുക്കണം. ആ സ്ത്രീധനം ഒപ്പിക്കാൻ വേണ്ടി ആ അച്ഛനുണ്ടല്ലോ നെട്ടോട്ടം ഓടുകയാണ്. ഓവർ ടൈം വരെ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് കരയാൻ അച്ഛന് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ആണുങ്ങൾക്കൊന്നും കരഞ്ഞൂടല്ലോ. അതുകൊണ്ട് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ ഓരോ പെമ്മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഒന്ന് സ്നേഹിക്കുക. ഓരോ ആൺമക്കളോടും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് സ്നേഹിക്കുക. തിരിച്ചു വേണ്ടേന്ന് ആളുകൾ ചോദിക്കും. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛനെപ്പോഴും സ്നേഹക്കൂടുതൽ പെൺമക്കളോടാണ്, അമ്മയ്ക്കെപ്പോഴും സ്നേഹക്കൂടുതൽ ആൺമക്കളോടുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് തരാനൊരു അഡ്വൈസ് ഉണ്ട്. അത് രണ്ടാമത്തെ സംഭവം കേട്ടിട്ട് ഇനി ഞാൻ രണ്ടാമത്തെ സംഭവത്തിലേക്ക് കടക്കുകയാണ്. ആ രണ്ടാമത്തെ സംഭവം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം അത് ജീവിതത്തിൽ ഒരു വലിയ ഗുണപാഠം നിങ്ങൾക്ക് നൽകിയിരിക്കും. ഇതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഞാനൊരു പത്രത്തിൽ വായിച്ചാണ്. എനിക്ക് തോന്നുന്നു മനോരമയാണെന്ന് തോന്നുന്ന സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു എഴുത്തുകാരി എഴുതിയിരുന്നതാണ്. അടുത്തത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഒരു ദമ്പതികൾക്ക്, ബ്രാഹ്മിൻസാണ്, അവർക്ക് മക്കളില്ലാതിരുന്നിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ചികിത്സ നടത്തി അങ്ങനെ ഒടുവിൽ അവർക്കൊരു കുട്ടി ജനിച്ചു. ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരങ്ങ് കൊഞ്ചിച്ച് ലാളിച്ച്, പ്രത്യേകിച്ചും ഈ അച്ഛന്, അതൊരു മോളാണ്, അച്ഛനീ മോളെ അങ്ങ് വല്ലാണ്ട് ലാളിച്ചാണ് വളർത്തിയത്. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും എൻ്റെ മോളെ വഴക്ക് പറയാൻ പാടില്ല, എൻ്റെ മോളെ അടിക്കാനും പാടില്ല. അമ്മ പലപ്പോഴും പറയാം, അതെങ്ങനെ പറ്റും? വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണ്ടേ, അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണ്ടേ? അപ്പോൾ ഈ അച്ഛൻ പറയും, വേണ്ട, നീ എൻ്റെ മോളെ അങ്ങനെ ചെയ്യണ്ട. ഈ മകള് എന്തു തെറ്റ് ചെയ്താലും അച്ഛൻ ക്ഷമിക്കും. എന്ത് തെറ്റ് ചെയ്താലും. ഓഫീസിലെ ഒരു ഫയലുണ്ട്, അതിനകത്തൊരിക്കൽ വെള്ളം തട്ടിക്കമത്തി, അപ്പോഴും ഈ അച്ഛൻ ഒരിക്കലും ചൂടായിട്ടില്ല. ഓഫീസിൽ നിന്ന് അതിന് വിലക്ക് കിട്ടും, ഫയൽ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് നോക്കാനായിട്ട്. എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ ക്ഷമിക്കും. അപ്പം അമ്മ പറഞ്ഞു, ഇത് ശരിയല്ല കേട്ടാ, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം, കൊച്ചു വഷളാകും. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മോളോ? എന്നിട്ട് ഈ മോളെടുത്ത് ചോദിക്കും, ആണോ മോളെ, അച്ഛൻ്റെ മോള് വഷളാവോടാ കള്ള? അച്ഛൻ്റെ മോള് വഷളൊന്നും ആകത്തില്ല. ഈ മകൾക്ക് എന്തും, ആവശ്യപ്പെടുന്നതെന്തും ഈ പിതാവ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ അച്ഛനും മകളും തമ്മിലൊരു അപാര ബന്ധമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭയങ്കരമാണ്. ഈ മോളെന്ന് പറഞ്ഞാൽ അച്ഛൻ മരിക്കും, അച്ഛനെന്ന് പറഞ്ഞാൽ മോൾ മരിക്കും. മോക്ക് അമ്മയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ അച്ഛൻ അച്ഛൻ, ഇരുട്ട വെളുക്കെ അച്ഛൻ അച്ഛൻ അച്ഛൻ, എന്തിനും ഏതിനും അച്ഛൻ വേണം. എന്തിനാണ് പറയുന്നത്? ഈ പെണ്ണ് ഡിഗ്രിക്ക് പിന്നെ കോളേജ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേരുമ്പോഴും ഈ അച്ഛൻ്റെ കൂടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോളണം, ഈ മകൾക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. മകള് മെഡിക്കൽ കോളേജിൽ മെഡിസിന് പഠിക്കാനായിട്ട് മകള് പോയി. ഈ സമയത്ത് ഈ അച്ഛൻ, അപ്പം ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഈ അച്ഛൻ എന്ത് ചെയ്തു? തൻ്റെ തന്നെ കുടുംബത്തിലെ, അതായത് ഒരു ബ്രാഹ്മൺ കുടുംബത്തിലെ ഒരു നല്ല പയ്യൻ, അവനും ഡോക്ടറാണ്, അവൻ്റെ വീട്ടിൽ കണ്ടിട്ട് ഇവർ തമ്മിലുള്ളൊരു കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ കെട്ടുന്നതിന് അങ്ങേയറ്റം സമ്മതമാണെന്ന് പറഞ്ഞു. മോളുടെ കാര്യമോ? അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ പെൺകുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന അന്യ മതത്തിൽപ്പെട്ട ഒരു പയ്യനുമായി പ്രണയത്തിലായി. പ്രണയം വന്നിട്ട് മൂത്തു, കോഴ്സ് തീർന്നു. അപ്പോൾ ഒരു ദിവസം
മോള് വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പായോട് എനിക്കൊരു കാര്യം പറയണം. അപ്പോൾ ചോദിച്ചു, എന്താണ്? ഒരു മുഖവിലയിൽ നിന്ന് അപ്പ എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ എന്നെ പ്രപ്പോസ് ചെയ്തു, എന്നെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, അച്ഛൻ കല്യാണം കഴിച്ചു തരണം. അപ്പം അച്ഛൻ പറഞ്ഞു, നിൻ്റെ കല്യാണം ഞാൻ ഇന്ന ആളുമായിട്ടൊക്കെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞതാണ്, എങ്കിലും മോളെ എൻ്റെ മോളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അച്ഛൻ നിൽക്കത്തില്ല. ആട്ടെ, എന്താണ് ആ പയ്യൻ, എന്ത് ചെയ്യുന്നു, ഏത് ജാതി എന്ന് ചോദിച്ചപ്പോൾ ഇവർ ബ്രാഹ്മണാണ്, ഇത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളല്ല, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ അച്ഛൻ മോടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട്, പക്ഷേ ഇത് പറ്റില്ല മോളെ, ഇതൊരു കാരണവശാലും പറ്റില്ല. മോള് ആരെ വേണമെങ്കിലും മോള് സെലക്ട് ചെയ്തോ, അന്യമതം പറ്റില്ല മോളെ. നോക്കൂ, അവർ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നതാണ്, നിനക്കെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടി അയാളിനി മത്സ്യമാംസം കഴിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചുമ്മാതെ മോളെ, അതൊക്കെ പ്രണയത്തിൻ്റെ ഘട്ടത്തിൽ പറയുന്നതാണ്, എൻ്റെ മോക്കത് വേണ്ട. അച്ഛൻ പറഞ്ഞാൽ മോള് കേൾക്കില്ലേ? അപ്പോൾ മോള് പറഞ്ഞു, കേൾക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കേൾക്കുമെന്ന് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ ഓടിപ്പോയി കളഞ്ഞു. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് പോലീസിന് പരാതി കൊടുത്തു. അങ്ങനെ പോലീസ് പോയി ഇവരെ പിടിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ചെന്നു. അപ്പോൾ അവർ ചെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂടെ പോകത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു, മോളെ നീ വാ, നിനക്കൊരു തെറ്റ് പറ്റിയതാണ്, അച്ഛൻ ക്ഷമിക്കുന്നു. അച്ഛൻ നിന്റെ എത്രയോ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നു, ഈ തെറ്റ് ക്ഷമിക്കുന്നു, മോള് വാ, അച്ഛൻ്റെ കൂടെ വാ, അച്ഛൻ വേറെ നല്ലൊരു വിവാഹം കഴിപ്പിച്ചു തരും. അപ്പം അവൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണം, ഇയാളുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, പൊയ്ക്കോ, നീ പൊയ്ക്കോ, എനിക്കിനി ഇങ്ങനൊരു മകളില്ല, എൻ്റെ മകള് മരിച്ചു, പൊയ്ക്കോ, നീ പോയി എന്തോ ചെയ്തോ എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നു. ആ മനുഷ്യൻ വല്ലാതെ തകർന്നു പോയിരുന്നു. കാരണം ആ മനുഷ്യൻ വിചാരിച്ചത് സ്റ്റേഷനിൽ ചെന്ന് തന്നെ കാണുമ്പോൾ ആ മോള് തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പാടെ മുഖത്ത് നോക്കിയിട്ട് ആ മോള് പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല, എനിക്ക് നിങ്ങളെയല്ല വേണ്ടത്, ഇവനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അന്ന് ആ പെൺകുട്ടിക്ക് അവർ ഭ്രഷ്ട് കൽപ്പിച്ചു. ഈ പെൺകുരു കൊച്ച് മരിച്ചു പോയാൽ എന്തൊക്കെ കർമ്മമുണ്ടോ ആ കർമ്മമെല്ലാം ഈ മനുഷ്യൻ ചെയ്തു, സകലതും ചെയ്തു. ഭാര്യ പോലും തടയാൻ ശ്രമിച്ചു, പറ്റിയില്ല. എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ മകളും മരിച്ചു, അവളുടെ ഈ തെറ്റ് ക്ഷമിക്കാൻ വരെ ഞാൻ തയ്യാറായതാണ്, പക്ഷെ അവൾ തയ്യാറായില്ല, എനിക്കിനി ഇങ്ങനൊരു മകളില്ല, ഇവളുടെ പേരിവിടെ ഉച്ചരിക്കരുതെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞങ്ങൾ തമ്മിൽ കൂട്ടൊന്നുമല്ല, എന്നേക്കാൾ കുറച്ച് മൂത്തത് തന്നെയാണ്. എന്നോട് പറഞ്ഞു, ഒന്ന് വാടോ, നമുക്കൊന്ന് പോവാടോ എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞു. എന്നെയും വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ ബീച്ചിൽ പോയി. ബീച്ചിൽ അവിടെ ചെന്നിരുന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല, യാതൊന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ എൻ്റെ കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, എന്താടോ എൻ്റെ മോളിങ്ങനെ ആയിപ്പോയത്, അവൾക്ക് എന്ത് കുറവാടോ ഞാൻ വരുത്തിയിട്ടുള്ളത്, എന്ത് കുറവാടോ താൻ പറ. ഞാൻ എന്ത് പറയാനാണ്? സാരമില്ല. എന്താടോ, എന്ത് സാരമില്ല? അവൻ്റെ കൈക്ക് അവൾ സേഫാണോ? അല്ല, ഞാൻ വിചാരിച്ചത് അവൾ എൻ്റെ കൂടെ വരുമെന്നാ. താൻ കണ്ടായിരുന്നോ അത്? ആ സ്റ്റേഷനിൽ വെച്ച് അവൾ പറഞ്ഞടോ, എന്നെ വേണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഇതുവരെ ഒരു ചുള്ളിക്കമ്പെടുത്ത് അവളെ അടിച്ചിട്ടില്ല. അവളെ അമ്മയെ കൊണ്ട് അടിക്കുന്നത് പോയിട്ട് വഴക്ക് പറയാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ലടോ. അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കൂടോ, എന്തും കൊടുക്കും. എന്നിട്ട് അവള് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞോ, അവൾക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞിടോ. വേണ്ടടോ, എനിക്കും വേണ്ട, ആരെയും വേണ്ട എന്ന് പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ വിചാരിച്ചു കരയട്ടെ, പക്ഷെ അങ്ങനെ കരയുന്നില്ല. 1-2 തുള്ളി കണ്ണീര് തുടച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോവാം നമുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോവാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം, നമ്മുടെ അടുത്തൊരു ഹോട്ടലുണ്ട്, നമുക്കൊരു മസാല ദോശയൊക്കെ. ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ടടോ. അവിടെ പിണ്ടം വെച്ച് എൻ്റെ മോള് മരിച്ച ദിവസമില്ലേ, മക്കൾ മരിക്കുമ്പോൾ അച്ഛനൊന്നും കഴിക്കത്തില്ലടോ, വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ഞാൻ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കാർ ഒതുക്കിയിട്ടു, ഇയാൾ ഇറങ്ങി അങ്ങ് അകത്തേക്ക് പോയി. ഞാൻ വണ്ടി കൊണ്ടുവന്നു, ഒതുക്കിയിട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയുണ്ട്. ആ പ്രായമായ അമ്മ അവിടെ ഒരു ദിവാൻ കോട്ടുണ്ട്, അതിൻ്റെ പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ ചെന്ന പാടെ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഒതിക്കരുതെന്ന് പറയുന്നത് സത്യമാ അമ്മ, സത്യം. അമ്മ കണ്ടു കേട്ടില്ലായിരുന്നോ? അവള് പറഞ്ഞില്ലേ എന്നെ വേണ്ടാന്നമ്മ. അവള് 2 വർഷമായി കണ്ട ഒരുത്തരേ ഉള്ളൂ, അവനെ വേണമെന്ന്. അവളുടെ മരണാനന്തര കർമ്മം എല്ലാം ഞാൻ ചെയ്തമ്മ, സകലതും ഞാൻ ചെയ്തമ്മ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഈ അമ്മയുടെ നെഞ്ചിലേക്ക് അങ്ങ് മുഖം അണച്ചു. ആ അമ്മയുടെ വയസ്സ് ചെന്ന അമ്മയാണ്, കണ്ണ് നിറഞ്ഞു. എന്നിട്ട് ഇയാൾ ആ മടിയിൽ കിടന്നു. അപ്പം ആ അമ്മ തലമുടിയിലൂടെ വിരലോടിച്ചിട്ട് പറഞ്ഞു, ഏൻ രാസ, ഏൻ കണ്ണ അഴകാതടാ കണ്ണ അഴകാതടാ, അവള് പോട്ടുടാ, വിട്ടിടുങ്കോ അവള് പോട്ടിടാ, അഴകാതെ കണ്ണ. ഞാൻ ഈ രംഗം കാണുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ കണ്ണുകൾ ഇറുക്കി അടച്ചു. സത്യം പറഞ്ഞാൽ ഒരു തുള്ളി കണ്ണീര്. ആ അമ്മ അയാൾ ആവുന്ന വിധം പറയാണ്, പോട്ടിടാ കണ്ണ പോട്ടിടാ, അമ്മയുടെ മോനല്ലേടാ രാരിരാരോ അമ്മയുടെ മോൻ രാരിരാരോ. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കിടന്നപ്പോഴെപ്പോഴോ അവരുടെ മനസ്സിൽ വന്നതാ. സത്യം പറഞ്ഞാൽ ആ നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ആലോചിച്ചു. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ അമ്മയുമായിട്ടൊക്കെ ഗുസ്തിയൊക്കെ പിടിക്കാറുണ്ട്. ഞാനിങ്ങനെ മേളിൽ കിടന്ന് ഉറങ്ങും, പകൽ ചില സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അന്ന് എനിക്കൊരു കോഫി വേണം, നിർബന്ധമാണ്. ഇറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു കോഫി വേണം. ആ കോഫി എനിക്ക് നിർബന്ധമാണ്. അന്നത്തെ കാലത്ത് പാൽ കോഫി അല്ല, അല്ലാത്ത കോഫി, അതെനിക്കൊന്ന് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഉണന്നോന്ന് അറിയാനായി അമ്മ ഒരു 10 വട്ടം സ്റ്റെപ്പ് കയറി മേളിൽ വരും. 10 വട്ടം സ്റ്റെപ്പ് കയറി മേളിൽ വരും. ഞാൻ ഉണന്നോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് മുട്ടുവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണരുമ്പോൾ സത്യത്തിൽ കാണുന്നത് അമ്മ വാതുക്ക നിൽക്കുന്നതാണ്. അപ്പം ഞാൻ പറയും, എന്തിനാ ഇതിങ്ങനെ കയറി ഇങ്ങനെ കൊണ്ടുവരുന്നത്? ആ മുട്ടുവേദനയൊക്കെ ഉള്ളതല്ലേ, എണീറ്റാ ഞാൻ താഴോട്ട് വരുത്തില്ലേ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടത്തില്ല, ചിരിച്ചുകൊണ്ട് പറയും, നീ കുടിക്ക്. എൻ്റെ അമ്മ പോയി. പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അമ്മ അങ്ങനെ കയറി വരുമ്പോൾ സത്യത്തിൽ ഞാൻ എഴുന്നേറ്റ് അമ്മയൊന്ന് ചേർത്ത് വെച്ചിട്ട്, എന്താ അമ്മ ഈ പടിയൊക്കെ കയറുന്നത്? ഞാൻ വരുത്തില്ലേ അമ്മ, താഴോട്ട് വരുത്തില്ലേ അമ്മ എന്ന് പറഞ്ഞ് അണച്ചു നിർത്തി ഒരു ഉമ്മ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നേനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും അതിനെക്കുറിച്ച്, എപ്പോഴും ചിന്തിക്കും. അത് അമ്മയോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാൻ ഈ അമ്മയോട് പറയുന്നത്. ഈ മുട്ട് വയ്യാതെ കയറി വരുന്നില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, ഞാൻ ചെയ്തില്ല. നിങ്ങൾക്കറിയാവോ, ഇന്നും ഞാൻ പകൽ എപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാണ്. പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് തോന്നും, ആ കോഫി ആയിട്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ അമ്മ ഈ വാതിക്ക നിൽക്കുന്നെന്ന് എനിക്ക് തോന്നും. ഞാൻ എപ്പോഴും ആശിക്കും, കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആശിക്കും, ഈ വാതിക്കൽ അമ്മ കാപ്പിയായിട്ടൊന്ന് നിന്നിരുന്നെങ്കിൽ, ഞാൻ നോക്കും. അമ്മയില്ല, ആരുമില്ല. നിങ്ങൾക്കറിയാവോ, ഞാൻ സത്യം പറയുകയാണ്. ഞാൻ ആ ഒരു സംഭവം ഞാൻ ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വല്ലാതെ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ തനിച്ചായിപ്പോയ ആ സംഭവം. ആ തനിച്ചായതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്നും ഞാൻ ഒരു 4-5 മണിയാകുമ്പോൾ ഒന്ന് എഴുന്നേൽക്കും വൈകുന്നേരം. അപ്പോൾ ഞാൻ കൊതിക്കും എൻ്റെ അമ്മയെ ഒന്ന് കാണാനായിട്ട്. കാപ്പിയുമായിട്ട് ഞാൻ കാപ്പി കൂടി നിർത്തി. പിന്നെ ഞാൻ ഈ നിമിഷം വരെ
ഈ നിമിഷം വരെ ഞാൻ കോഫി കുടിച്ചിട്ടില്ല. ഇവിടെ ഈ മനുഷ്യന് അമ്മയുടെ ഒരു ആശ്വാസം. അതെ, നിങ്ങൾ എത്ര വളർന്നാലും ശരി, നിങ്ങൾക്ക് 50-55 വയസ്സായാലും ശരി, നിങ്ങളുടെ സങ്കടം ഇറക്കി വെക്കാൻ ഒരു മടിത്തട്ടുണ്ടെങ്കിൽ അത് അമ്മയാണ്. ആ അമ്മയുടെ മടിത്തട്ടിൽ ഈ മനുഷ്യൻ കിടന്നു, കുറേ നേരം കിടന്നു. എത്ര നേരം കിടന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ അമ്മയും മകനെയും അവരെ ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ദിവസങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞു പോയി. ഈ മകൾ ഇവിടുന്ന് നേരെ ബാംഗ്ലൂരാണ് പോയത്. അതിനുശേഷം അവർ തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അപ്പോൾ ജോലിക്ക് കയറി എന്നറിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിൽ പ്രൈവറ്റ് കൺസൾട്ടിങ് ആണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, അപ്പ എപ്പടി ഇருக்கு? അപ്പം ഞാൻ പറഞ്ഞു ரொம்ப நல்லா இருக்கு. അപ്പ ചോദിച്ചു, അപ്പ എന്നെ കുറിച്ച് ചോദിക്കുമോ? അപ്പ എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ? ഞാൻ പറഞ്ഞു, മോള് ചെല്ല്, മോൾ അപ്പ അടുത്ത് നേരിട്ട് ചെല്ല്. ഞാൻ പോത്തില്ല, അപ്പായ്ക്ക് അത് ഇഷ്ടമാകില്ല. ഞാൻ പറഞ്ഞു, മോള് ചെല്ല് മോളെ, അപ്പായ്ക്ക് ഇഷ്ടമാകും, മോള് ചെല്ല്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒന്ന് പറ, അപ്പ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും അപ്പ ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എൻ്റെ അപ്പ എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ മോളെ, ഞാൻ ഈ ഒരു സംഗതി പോലും, മോളുടെ ഒരു കാര്യം പോലും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് സംസാരിക്കില്ല. കാരണം അത് വിഷമം ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് പോകും. എന്നാലും ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, അപ്പായ്ക്ക് സുഖമാണോ? പക്ഷെ എന്താ സംഭവിച്ചത്? ഈ ദാമ്പത്യം ഒരു പ്രശ്നമായി മാറി. ഇതൊരു വലിയ കുഴപ്പമായിട്ട് മാറി. ഇവളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. അവന് അവിടെ നമ്മൾ ഈ കാർഡൊക്കെ എടുത്തു കൊടുക്കാൻ ഒരു നേഴ്സ് നിൽക്കുമല്ലോ, ഈ നേഴ്സുമായിട്ട് അങ്ങ് അടുപ്പത്തിലായി. സംഭവം അങ്ങ് വഷളായി. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ പോയിട്ട് അവസാനം ഇനി അവനെ വേണ്ട എന്നാര് തീരുമാനിച്ചു? ഈ പെണ്ണ് തീരുമാനിച്ചു, ഇനി എനിക്ക് അവനെ വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ അവനുണ്ടല്ലോ, അവൻ ഒരു കാരണവശാലും ഇവളെ അങ്ങനെ വേർപിരിയാനും ഇവൻ സമ്മതിക്കത്തില്ല. എന്ന് മാത്രവുമല്ല, പലപ്പോഴും ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം ഈ അച്ഛനോട് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് എന്തിനാ ഇതൊക്കെ പറയുന്നത്? എൻ്റെ അടുത്ത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ പറയാൻ തുടങ്ങുമ്പോഴേ വിലക്കണമല്ലോ. അങ്ങനെ ഈ പെണ്ണിൻ്റെ ജീവിതം ഒരു നരകമായിട്ട് മാറി. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ അവളെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇവൾ ഒരു ദിവസം പ്രത്യേകമായിട്ടൊരു വീടോ മറ്റോ വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറിയപ്പം ഇവൻ അവിടെയും ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ പെണ്ണങ്ങ് ആകപ്പാടങ്ങ് തകർന്നു പോയി. അങ്ങനെ ഒരു ദിവസം ഈ അച്ഛന് ഒരു ഫോൺ കോൾ വരികയാണ്. അച്ഛൻ ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഹലോ, ആരാണ്? അപ്പോൾ പറഞ്ഞു, അച്ഛാ. അപ്പോൾ പറഞ്ഞു, അച്ഛനോ? ഏതച്ഛൻ? അച്ഛ ഞാനാച്ച. അച്ഛൻ്റെ മോള് ഒരു പേര് പറഞ്ഞു. ഞാനിപ്പോൾ വേറൊരു പേര് പറയാം, ഞാൻ യഥാർത്ഥ പേര് പറയുന്നില്ല. അച്ഛ ഞാനാച്ച. അച്ഛൻ്റെ മോള് മീനു. അപ്പോൾ പറഞ്ഞു, മീനുവോ? എനിക്കങ്ങനെ ഒരു മോളില്ലല്ലോ. അതാരാണ്? എനിക്കൊരു മോളുണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ ഇയാളങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പെണ്ണ് വീണ്ടും വിളിച്ചു. വിളിക്കുമ്പോൾ ഇയാളെടുത്ത് ഹലോ വയ്ക്കും. ഹലോ വെക്കുമ്പം പറയും അച്ഛാ, ഉടനെ കട്ട് ചെയ്തു. അങ്ങനെ നിരവധി തവണ വിളിച്ചു. ഇതൊക്കെ ആ അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ അമ്മ പറഞ്ഞു, നിങ്ങൾ ആ കോൾ ഒന്ന് എടുക്ക്, അവൾ എന്തെങ്കിലും ഒരു കാര്യത്തിലല്ലേ വിളിക്കുന്നത്, എടുക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആരുടെ കോൾ എടുക്കാൻ? എനിക്കിങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞു. ഈ പെണ്ണ് അന്നത്തെ ദിവസവും അടുത്ത ദിവസവും നിരവധി തവണ വിളിച്ചു.
ഒടുവിൽ ഇയാൾ വിളിച്ച് എടുത്തുടനെ പറഞ്ഞു, അച്ഛ കട്ട് ചെയ്യല്ലേ അച്ഛ, അച്ഛ കട്ട് ചെയ്യല്ലേ അച്ഛ, അച്ഛ ഞാൻ പറയുന്ന ഒന്ന് കേക്കച്ച, കട്ട് ചെയ്യല്ലേ അച്ഛ. പറയുന്നതിന് മുമ്പ് കട്ട് ചെയ്തു, പറയുന്നതിന് മുമ്പ് കട്ട് ചെയ്തു. അടുത്ത ദിവസം ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഇയാൾ ആ ഫോൺ കോൾ എടുത്തു. ഫോൺ കോൾ എടുത്തപ്പോൾ ചോദിച്ചു, സപ്പോസ് മീനുവിൻ്റെ അച്ഛനല്ലേ? അപ്പോൾ പറഞ്ഞു, ആ അതെ, ഞാൻ മീനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. മീനു ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. മീനു കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു, മരിച്ച നിലയിൽ അവിടെ കണ്ടെത്തി എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ഇയാളുടെ ഭാര്യ നിൽക്കുകയാണ്. അവര് അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇയാളൊന്നും മിണ്ടുന്നില്ല, ഒരു വകയും ഇയാൾ മിണ്ടിയില്ല. ഇയാൾ ചെന്ന് കസേരയിലിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, പോണ്ടേ, നമ്മുടെ മോളെ കാണാൻ പോണ്ടേ, അവസാനമായിട്ട് നമ്മുടെ മോളെ കാണാൻ പോണ്ടേ. അപ്പൊ ഇയാള് പറഞ്ഞു, ഏത് മോള്, എനിക്കൊരു മോളില്ല. അപ്പൊ അവര് പറഞ്ഞു, ദുഷ്ട, അങ്ങനെ പറയാതെ നമ്മുടെ മോളെ ഒന്ന് കാണണ്ടേ, അവസാനമായിട്ട് അവളെ ഒന്ന് കാണണ്ടേ, നിങ്ങൾക്കൊരു ഉമ്മ കൊടുക്കണ്ടേ, അവക്ക് ഒരു ഉമ്മ കൊടുക്കണ്ടേ നിങ്ങൾക്ക്. അയാള് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വരുന്നില്ല, എനിക്കവളെ കാണണ്ട ആവശ്യമില്ല, നീ പൊക്കോ. അപ്പൊ അവര് പറഞ്ഞു, ദുഷ്ടനാ നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങളുടെ മനസ്സ് കരിങ്കല്ലാണ്, നിങ്ങൾ എവിടെ അവളെ സ്നേഹിച്ചിരുന്നു? നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ല മനുഷ്യ, നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും എന്ന് പറഞ്ഞ് അവര് തൻ്റെ മകളുടെ അടുക്കലേക്ക് പോയി. അപ്പൊ അവര് ചോദിച്ചു, എന്തേ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് വീണ്ടും ഈ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ജഡമെടുക്കണം, വരുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാള് തൻ്റെ ചാരുകസേരയിൽ ഇങ്ങനെ കിടന്നിട്ട് അയാളുടെ മൊബൈൽ എടുത്തിട്ട് അയാൾ നോക്കി. അതെ, 22 മിസ് കോൾ ഉണ്ട് മോളുടേത്, 22 മിസ് കോൾ ഉണ്ട്. അയാൾ വാട്സപ്പ് എടുത്തു. ആ വാട്സപ്പ് എടുത്തപ്പോൾ അതിനകത്ത് മോളുടെ ഒരു വോയിസ് മെസ്സേജ്. അയാളത് ഓൺ ചെയ്തു. അച്ഛ, ഞാൻ പോവുകയാണ് അച്ഛ, എന്നോട് ക്ഷമിക്കണേ അച്ഛ, എന്നോട് പൊറുക്കണേ അച്ഛ. ലോകത്തൊരച്ഛനും തൻ്റെ മകളെ ഇങ്ങനെ സ്നേഹിച്ചു കാണത്തില്ല, എനിക്കറിയാം അച്ഛ. അച്ഛനെ പോലെ ലോകത്താർക്കും ഒരു മകളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല അച്ഛ. ഞാൻ ചെയ്തത് തെറ്റാണ്, അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി അപ്പ. ഞാൻ ഒടുവിലെല്ലാം കളഞ്ഞ് ഇനി ശേഷിക്കുന്ന ജീവിതം എൻ്റെ അച്ഛനെ ശുശ്രൂഷിച്ച് കഴിയാനാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അപ്പ ഞാൻ വിളിച്ചത്. അപ്പനെ കുറച്ച് നാളും കൂടെ എനിക്ക് ശുശ്രൂഷിക്കണം. ഒരു മകളുടെ കടമ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി, അതെനിക്കിനി ചെയ്യണമെന്ന് പറഞ്ഞു. ശേഷിക്കുന്ന കാലം മൊത്തം എൻ്റെ അച്ഛൻ്റെ പഴയ മോളായി, ആ പഴയ കുസൃതി പെണ്ണായി അങ്ങനെ കഴിയണമെന്ന് വിചാരിച്ചു. അച്ഛ, എൻ്റെ എല്ലാ തെറ്റും അച്ഛൻ ക്ഷമിച്ചു തന്നിട്ടില്ലേ? ഞാൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ പോലും എൻ്റെ അച്ഛൻ ക്ഷമിച്ചു തന്നിട്ടില്ലേ അച്ഛാ? അപ്പം ഞാൻ വിചാരിച്ചു അച്ഛാ, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ പറയും, സാരമില്ല മോളെ, അച്ഛൻ്റെ പൊന്നല്ലേ, അച്ഛൻ്റെ ജീവനല്ലേ, അച്ഛൻ്റെ കണ്ണനല്ലേ, ഓടിവാ, അച്ഛൻ്റെ മോള് ഓടിവാ, അങ്ങനെ പറയുന്ന വിചാരിച്ച അച്ഛാ. അപ്പം ഞാൻ ഓടി വന്നേനെ ആ പഴയ മോളായിട്ട്. അപ്പോൾ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച്, പോട്ടിട കള്ള, അച്ഛനില്ലേടാ നിനക്ക് അച്ഛനില്ലേടാ, എന്തു വന്നാലും നിനക്ക് അച്ഛനില്ലേടാ, അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് മനസ്സിലായ അച്ഛാ, അച്ഛനൊരിക്കലും ഇനി ആ പഴയ അച്ഛനാകാൻ കഴിയില്ല അച്ഛാ. പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു പഴയ മോളാകാൻ ഒരു അവസരം ഞാൻ ചോദിച്ചതാണ്. പക്ഷേ അച്ഛനെ എനിക്ക് മനസ്സിലായ അച്ഛാ. എനിക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ അച്ഛാ. ഞാൻ നമ്മുടെ ദേവതയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അച്ഛാ, എൻ്റെ അച്ഛൻ ഇനി എനിക്ക് എത്ര ജന്മം കിട്ടിയാലും എൻ്റെ അച്ഛനെ തന്നെ എനിക്ക് അച്ഛനായി കിട്ടണേ. എത്ര ജന്മം കിട്ടിയാലും എൻ്റെ അച്ഛനെ തന്നെ എനിക്ക് അച്ഛനായി കിട്ടണേ ഭഗവാനെ.
അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ ഒരു കാര്യം പ്രാർത്ഥിക്കണേ അച്ഛ. ഇനി വരുന്ന ജന്മത്ത് എനിക്ക് അച്ഛൻ്റെ മോളായിട്ട് ജനിക്കണം. അന്ന് ഇങ്ങനൊരു തെറ്റെനിക്ക് പറ്റല്ലേ. അങ്ങനെ പറ്റാതെ എൻ്റെ അച്ഛൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിക്കണേ അച്ഛ, പ്രാർത്ഥിക്കണേ അച്ഛ. അച്ഛൻ്റെ കാല് ഞാൻ കെട്ടിപ്പിടിച്ച് കരയുന്നു. അച്ഛൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ തൊട്ടു തൊഴുകുന്നു. അച്ഛൻ്റെ മുഖം കോരിയെടുത്തിട്ട് പോകുന്നതിന് മുമ്പ് ഉമ്മ 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 3 തവണ ഉണ്ടായിരുന്നു ഉമ്മ. എന്നിട്ട് പറഞ്ഞു, അച്ഛ മനസ്സോടെ അല്ല പോണത്, പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ വേണ്ടെങ്കിൽ, ലോകത്ത് ആർക്കെന്നെ വേണ്ടെങ്കിലും ഞാൻ സഹിക്കും. അച്ഛൻ എന്നെ വേണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. ഞാൻ പോവുക അച്ഛ, പോട്ടെ അച്ഛ. ഒരിക്കൽ കൂടി ഉമ്മ പ്രാർത്ഥിക്കണേ അച്ഛ, അടുത്ത ജന്മം അച്ഛൻ്റെ മോളായി തന്നെ പിറക്കാൻ, ഒരു തെറ്റും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കണേ അച്ഛ, പ്രാർത്ഥിക്കണേ അച്ഛ. ഇത്രയുമാണ് ആ വോയിസ് മെസ്സേജ്. ആ മനുഷ്യൻ ഒന്നും വേണ്ടിയില്ല. ആ മനുഷ്യൻ ആ ഫോൺ എടുത്തു, ഒരൊറ്റയേറി ഫോണുകൾ ഇങ്ങനെ ചെതറിപ്പോയി. അവിടെ അടക്കമൊക്കെ കഴിഞ്ഞു. അടക്കം എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ആ സ്ത്രീ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? സീലിംഗ് ഫാനിൽ ആ മനുഷ്യൻ തൂങ്ങി നിൽക്കുകയാണ്. സീലിംഗ് ഫാനിൽ ആ മനുഷ്യൻ തൂങ്ങി നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പോക്കറ്റിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. അവരാ എഴുത്തെടുത്തു. ആ എഴുത്തിനകത്ത് എഴുതിയിരിക്കുക, മോളെ, നീ ഒന്ന് തിരിച്ചു വരാൻ അച്ഛൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ മോളെ? എല്ലാ ദിവസവും ആരെങ്കിലും കോളിംഗ് ബെല്ലടിച്ചാൽ അച്ഛൻ ഓടിച്ചെന്ന് നോക്കും. അച്ഛൻ്റെ വിചാരം മോള് പെട്ടിയുമൊക്കെയായി തിരിച്ചു വരികയാണ്. അച്ഛ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് അച്ഛനെ വേണമെന്നുള്ളത്. മോളെ, നീ ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ കട്ട് ചെയ്തത് നീ വരാൻ വേണ്ടിയായിരുന്നടി, നീ വരാൻ വേണ്ടിയായിരുന്നു. അതിനാ അച്ഛൻ കട്ട് ചെയ്തത്. നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കടുക ചെയ്തത്? നിനക്ക് അച്ഛനെ അറിയില്ലേ? നിനക്ക് അച്ഛനെ അറിഞ്ഞൂടെ മോളെ? അച്ഛൻ കട്ട് ചെയ്തത് അതിനു വേണ്ടിയായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷിച്ചിരിക്കും അവള് വരും. അവള് വന്നിട്ട് എന്നോട് ദേഷിച്ച് പറയും, എന്തിനാച്ച എൻ്റെ കോള് കട്ട് ചെയ്തത്? അങ്ങോട്ട് എടുത്തൂടെ? അച്ഛനെ വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നീ ബലം പ്രയോഗിച്ച് എൻ്റെ മടിയിൽ കയറി ഇരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ അച്ഛന് തെറ്റുപറ്റിപ്പോയി മോളെ, അച്ഛന് തെറ്റുപറ്റിപ്പോയി. മാപ്പ് ചോദിക്കാൻ മോളുമില്ല. പക്ഷെ മോൾ എവിടേക്ക് പോണോ അവിടേക്ക് അച്ഛനും വരികയാണ്. അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ മോളെ, നമുക്ക് വീണ്ടും അച്ഛനും മോളുമായി ജീവിക്കാം. ഇനി ഒരു പുനർജന്മം ഉണ്ടെങ്കിലും എത്ര ജന്മം വന്നാലും എൻ്റെ കുഞ്ഞേ, നീ എൻ്റെ മകളായി പിറക്കണം. അന്ന് നിനക്കൊരു തെറ്റും പറ്റാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ അച്ഛനും ഒരബദ്ധം പറ്റാതെ നീ നോക്കണേ മോളെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ മകൾ ഒരാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൊള്ളാത്ത ബന്ധമാണെങ്കിൽ എതിർക്കുക തന്നെ വേണം, പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. പക്ഷേ അവർ കല്യാണം കഴിഞ്ഞ് ദുഃഖം അനുഭവിക്കുന്നു എന്നൊരു വാർത്ത കേട്ടാൽ അവർ തിരിച്ചു വരണ്ട. നിങ്ങൾ ചെല്ലണം, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം അവരെ. പെൺമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയെപ്പെട്ടാൽ നിങ്ങൾ ചെല്ലണം. നിങ്ങളുടെ അച്ഛൻ ആദ്യമൊക്കെ ഒന്ന് മസിൽ പിടിക്കും, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ചെല്ലണം. അതോടൊപ്പം എൻ്റെ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളും കരുതുക, നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച് 2 മക്കളുടെ അമ്മയായിരിക്കാം, ആയിക്കോട്ടെ. നിങ്ങൾ ഭർത്താവും മക്കളും ഒക്കെ ഒത്ത് വീട്ടിൽ ചെല്ലില്ലേ? ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ അവിടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് അച്ഛൻ്റെ അടുത്തൊന്ന് ഇരിക്ക്. ആ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്ക്. എന്നിട്ട് ചോദ്യം, എന്താ അച്ഛാ, സുഖമാണോ അച്ഛാ എന്നൊന്ന് ചോദ്യം. പറ്റുമെങ്കിൽ ആ മടിയിലൊന്ന് കിടക്ക്. ആ മനുഷ്യന് 1000 ഷർട്ട് എടുത്ത് കൊടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ആ മടിയിലൊന്ന് കിടക്കുന്നത്. നിങ്ങൾ ഇറങ്ങാൻ നേരത്ത് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറ, പോട്ടെ അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ എന്ന് പറ. അതുപോലെയാണ് വളർന്ന ആ മക്കള്. നിങ്ങൾക്കിപ്പം 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, 40 വയസ്സ് നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ അമ്മയൊന്ന് ചേർത്ത് വെക്കണേ,
ഒന്ന് ചേർത്ത് വെക്ക്, ഒരു ഉമ്മ കൊടുക്ക്, അമ്മയുടെ മടിയിൽ ഒന്ന് കിടക്ക്, ഇറങ്ങാൻ നേരത്തൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്ക്. നിങ്ങൾക്കിപ്പോ 40 വയസ്സുണ്ടല്ലെങ്കിൽ 50 വയസ്സുണ്ടെന്നിരിക്കട്ടെ, 50 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇപ്പോ അച്ഛൻ്റെ മടി കിടക്കാൻ ഒരു മടി തോന്നുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം തിരിച്ചു ചിന്തിച്ചാൽ മതി. ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീയും, നിങ്ങൾക്കൊരു 70 വയസ്സായി. അപ്പോൾ ആ സ്ത്രീ, നിങ്ങളുടെ മകൻ, അവന് 2 മക്കളുമുണ്ട്, അവൻ തിരിച്ചു വന്നിട്ട് അമ്മാന്നും പറഞ്ഞ് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ കൊതിക്കില്ലേ? അതുപോലെയാണ് നിങ്ങളുടെ അച്ഛനും കൊതിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അവരെന്തായാലും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരുടെ ആത്മാവിനെ തണുപ്പിച്ച് യാത്രയാക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളും, വിവാഹിതരും അവിവാഹിതരുമായ ഓരോ പെൺകുട്ടികളും ഇന്നു മുതൽ അവരുടെ അച്ഛനെ സ്നേഹിക്കുക. അമ്മയെ സ്നേഹിക്കണ്ടെന്നല്ല, അച്ഛനെ സ്നേഹിക്കുക. കാരണം അച്ഛന് പെൺമക്കളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ മകൻ അച്ഛനെ സ്നേഹിക്കണ്ട, കെട്ടിപ്പിടിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അമ്മയെ സ്നേഹിക്കുക, അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അച്ഛൻ്റെ മടിയിൽ കിടക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഓർത്ത് ചിന്തിച്ചിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഓടി നടന്ന് ബലിയിട്ടിട്ട് എന്താ കാര്യം? യാതൊരു കാര്യവുമില്ല. ഞാൻ എൻ്റെ അമ്മയുമായി പലപ്പോഴും ഗുസ്തി പിടിച്ചിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നു. എന്താ ഗുണം? ജീവിച്ചിരുന്നപ്പോൾ ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അച്ഛൻ്റെ മടിയിൽ ഒന്ന് കിടക്കണം, അമ്മയെ കെട്ടിപ്പിടിക്കണം, അമ്മയുടെ മടിയിൽ ഒന്ന് കിടക്കണം. അങ്ങനെ നിർവൃതി അടഞ്ഞ് തണുത്ത് അവരുടെ ആത്മാവ് പോകട്ടെ. പ്ലീസ് പെൺമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. ചെല്ലു, അച്ഛനെ ഒന്ന് ചേർത്ത് വയ്ക്കൂ. തിരിച്ചു പോട്ടെ അച്ഛാന്ന് ചോദിച്ച് കവിളിലൊരു ഉമ്മ കൊടുക്കൂ. അതേ കണക്ക് അമ്മയും ചേർത്ത് വയ്ക്കൂ. ആൺമക്കളോട് നിങ്ങൾ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്ക്, കവിളിലൊരു ഉമ്മ കൊടുക്ക്. അച്ഛനെയും ഒന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും ആ കൈകൾ എടുത്തിട്ട് പോട്ടെ അച്ഛ എന്നൊന്ന് നിങ്ങൾ ചോദിക്കൂ. അങ്ങനെ ചോദിക്കുമെങ്കിൽ ധന്യരായി. നോക്കൂ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലും ഒരു താരാട്ട് പാട്ടുണ്ട്. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മയെ അച്ഛനെ ചേർത്ത് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു താരാട്ട് ഉണരും. അങ്ങനെ ഉണർത്തണം നിങ്ങൾ. ഒരിക്കൽ കൂടി നിങ്ങൾ ചെന്ന് അവരെ ചേർത്ത് വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൽ താരാട്ട് വരും. രാരീരാരോ രാരീരാരോ രാരീരാരോ, കണ്ണേ ഉറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്, താമരത്തുമ്പിയായി പറന്നോടാൻ ആലില കുഞ്ഞുറങ്ങ്, സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരിരാരോ, കണ്ണേ ഉറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്, കണ്ണേ ഉറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. രാരീരാരോ 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 രാരീരാരോ, രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.